നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവരെന്നെ വിട്ടു. വിട്ടോ? ദൈവമേ, എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഈശ്വരാ, മനസ്സിൽ എരിഞ്ഞു പുകഞ്ഞോണ്ടിരുന്ന തീക്കനൽ പകുതി കെട്ടു. ബാക്കി കൂടി കെടണമെങ്കിൽ അവളുടെ ശവം കൂടി ഈ മണ്ണിൽ വീഴണം. ഏതായാലും പരേതാത്മാവിന് ഞാൻ നിത്യശാന്തി നേരുന്നു. എന്റെ ആദരാഞ്ജലികൾ. എന്തോ ആപത്താണല്ലോ. ചോര. എന്താ ഇത്? എന്താ പറ്റിയത്? ഇതെപ്പോ വന്നു ചേട്ടാ? അവരെന്നെ വിട്ടു. വിട്ടോ? ദൈവമേ, എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഈശ്വരാ, എന്നിട്ട് കാർത്തിമോനൊന്നും പറഞ്ഞില്ലല്ലോ? ആരും ഒന്നും അറിഞ്ഞിട്ടില്ല. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ കാർത്തിമോൻ വരുമായിരുന്നു കാറുമായിട്ട്. ഏയ്, അതിന്റെ ഒന്നും കാര്യമില്ല. ഞാൻ ടാക്സി പിടിച്ചു പോന്നു. എത്രയും പെട്ടെന്ന് തന്നെ കാണണമെന്നുള്ള ആഗ്രഹമായിരുന്നു. എന്നാലും ഇത് വല്ലാത്തൊരു അത്ഭുതമായി. ഞാൻ ജേട്ടന് വേണ്ടി പ്രാർത്ഥിച്ചോണ്ടിരിക്കുകയായിരുന്നു.
അപ്പോഴാ ഓർക്കാപ്പുറത്ത് വാതിലിലെ മുട്ട് കേക്കുന്ന്. അതെ, ടാക്സി പിടിച്ചു വന്നതാന്ന് പറഞ്ഞിട്ട് കാറിന്റെ ശബ്ദമൊന്നും കേട്ടില്ലല്ലോ. അതുമല്ല, ജേട്ടൻ മഴ നനഞ്ഞിട്ടുണ്ടല്ലോ. അതിന് ഇവിടെ മഴ പെയ്തില്ലല്ലോ. താൻ കഥ പറഞ്ഞോണ്ട് നിൽക്കുകയാണോ? എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അയ്യോ, ഞാൻ മറന്നുപോയി. ജേട്ടൻ വാ, ഞാൻ പെട്ടെന്ന് ആഹാരം എടുത്തു വെക്കാം. ആ ജേട്ടാ, അച്ഛനും അമ്മയും മീനാക്ഷൊക്കെ വിളിക്കട്ടെ. അമ്മയ്ക്ക് ജേട്ടനെ കാണുമ്പോ വലിയ സന്തോഷാവും. വേണ്ട ദേവി, ആരെയും രാത്രിയിൽ ബുദ്ധിമുട്ടിക്കണ്ട. എല്ലാരെയും നാളെ രാവിലെ കാണാം. ആ എങ്കി വേഗം വാ, ആഹാരം കഴിക്കാം. ജേട്ടൻ നന്നായിട്ട് മഴ നനഞ്ഞു. അല്ല, ടാക്സി പിടിച്ചു പോന്നു പറഞ്ഞു. പിന്നെങ്ങനെ മഴ നനഞ്ഞ? ഇവിടെ വന്നിറങ്ങിയപ്പോ മഴയുണ്ടായിരുന്നു. മരം പെയ്യുന്നുണ്ടായിരുന്നല്ലോ. ഇവിടെ മഴയൊന്നും പെയ്തില്ല. ഇത് ചിലപ്പോ ടാക്സി വിളിക്കാൻ നടന്നപ്പോ നനഞ്ഞതായിരിക്കും. ഞാൻ തുടച്ചുതരാം. ഏയ് വേണ്ട ദേവി, എനിക്കൊന്ന് കുളിക്കണം. എന്ത് കുളിക്കണമെന്നോ? ഊണ് കഴിഞ്ഞാൽ ഉടനെ ആരെങ്കിലും കുളിക്കോ? ഉണ്ടേച്ച് കുളിക്കുന്നവനെ കണ്ടാ കുളിക്കണം എന്നാ പഴമക്കാരുടെ പ്രമാണം. ആ, അത് പഴമക്കാര്. എന്തായാലും ആ പ്രമാണം ഇന്നൊന്ന് തിരുത്തി കുറിക്കാം. നോക്കി നിൽക്കാതെ കറി വിളമ്പ് ദേവി. എനിക്ക് നന്നായിട്ട് വിശക്കുന്നേ. മതി 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 മതി. നല്ല വിശപ്പ്. കഴിക്ക്. ജയിലിൽ വെച്ച ആഹാരമൊന്നും കഴിച്ചില്ലേ? ജയിലിൽ വെച്ചല്ല, ഇനി എവിടെ പോയി എന്ത് കഴിച്ചാലും, എത്ര വിഭവസമൃദ്ധമായ സദ്യ കഴിച്ചാലും എന്റെ ദേവി വിളമ്പി തരുന്ന ആഹാരം പോലെ ആവും അതൊക്കെ. എനിക്ക് എന്റെ ദേവി കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റെന്തു. ഇനി പരേതാത്മാവായി പരലോകത്ത് പോയാലും അവിടെയും എന്റെ ദേവി വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കും. ആ കാത്തിരിപ്പാണ് എനിക്ക് നിന്നോടുള്ള പ്രണയം. ജേട്ടാ, ഞാൻ യമലോകത്തിരുന്നാലും എന്റെ ആത്മാവ് നിന്നോടൊപ്പമായിരിക്കും. കാലക്കടൽ നീന്തി നീ വന്നെത്തും വരെ എന്റെ കാത്തിരിപ്പായിരിക്കും. ആ കാത്തിരിപ്പിനും ഒരു ലഹരിയുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.